സാർ നമസ്കാരം. നമസ്കാരം. CMRL എക്സാലോജിക് കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് CMRലും എക്സാലോജിക്കും തമ്മിൽ നടന്നിട്ടുള്ള ഈ 2,78,00,000 രൂപയുടെ കേസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. ഇപ്പോൾ ED അത് ഊർജിതമായി അന്വേഷിക്കുമ്പോൾ ഈ കേസിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. വീണയുടെ രണ്ടാമത്തെ ഭർത്താവായ മുഹമ്മദ് റിയാസിലേക്ക്, മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA കൂടിയായ മുഹമ്മദ് റിയാസിലേക്ക് ED എത്തുന്നു. അതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം, വീണ വിജയന് CMRL എന്ന കമ്പനിയിൽ നിന്നും കിട്ടിയിട്ടുള്ള തുക എങ്ങനെയാണ് വിനിയോഗിച്ചിട്ടുള്ളത്, ആ തുക ആരിലേക്കൊക്കെയാണ് പോയിട്ടുള്ളത്, അങ്ങനെയെങ്കിൽ വീണയുടെ കുടുംബക്കാർ ആയി ബന്ധപ്പെട്ട് ഈ പണത്തിന് ഏതെങ്കിലും തരത്തിൽ വിനിയോഗ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ടോ, ആ സാധ്യതകൾ പരിഗണിക്കുമ്പോൾ വീണയുടെ ഇപ്പോഴത്തെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെ കൂടി ED ചോദ്യം ചെയ്യും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2014-15 കാലഘട്ടത്തിലാണ് വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതാവട്ടെ 2016. 2017 മുതൽ 2020 വരെയാണ് CMRL നിന്നും വീണ വിജയനും അതുപോലെ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കുമെല്ലാം പണം ഒഴുകിയിട്ടുള്ളത്. മാസം 5 ലക്ഷം രൂപ വീതം പിണറായി വിജയൻ്റെ മകളായ വീണ വിജയൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും 3 ലക്ഷം വീതം എക്സാലോജിക് എന്ന വീണ വിജയൻ്റെ കമ്പനിയിലേക്കുമാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് അവർ 2,78,00,000 രൂപ വാങ്ങിയിട്ടുള്ളത്. കൂടാതെ 50 ലക്ഷം രൂപ കടമായി വാങ്ങിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. എന്തായാലും ഈ പണം അത്രയും, അതിന് പുറമേ നടന്നിട്ടുള്ള അഴിമതികളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഒപ്പം വീണ വിജയൻ വാങ്ങിയിരിക്കുന്ന ഈ പണത്തിൻ്റെ വിനിമയത്തിൽ മുഹമ്മദ് റിയാസ് എന്ന അവരുടെ ഭർത്താവ് കൂടി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ED മുഹമ്മദ് റിയാസിലേക്ക് ചെല്ലുന്നു. ഈ കേസിൻ്റെ ആരംഭം മുതൽ തന്നെ, ഏതാണ്ട് 2016 മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിരീക്ഷണം നടത്തുകയും പലകുറി പൊതുജനങ്ങൾക്ക് അറിയത്തക്ക രീതിയിൽ ഇതിൻ്റെ നിഗൂഢ സ്വഭാവം വ്യക്തമാക്കുകയും ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എന്താണ് നന്ദകുമാർ സാറിൻ്റെ അഭിപ്രായം? അതായത് റിയാസിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായിട്ട് വേണമെങ്കിൽ കരുതാം. അദ്ദേഹം നേരത്തെ വെറും ഒരു കോഴിക്കോട് SFI ഏരിയ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് സ്റ്റേഡിയം ഏരിയ സെക്രട്ടറി ആയി. സ്റ്റേഡിയം ഏരിയ സെക്രട്ടറി ആയതോടെയാണ് അദ്ദേഹത്തിന് സൗഭാഗ്യങ്ങൾ കിട്ടാൻ തുടങ്ങുന്നത്. അവിടെയായിരുന്നു ക്രൈമിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ലാവ്ലിംഗ് കേസ് ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ പിണറായി വിജയൻ കോഴിക്കോട് വരികയും മുഹമ്മദ് റിയാസിനെയാണ് എൻ്റെ ഓഫീസ് കത്തിക്കാനും രേഖകൾ പിടിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. 15ഓളം ഗുണ്ടകളെ കൊണ്ടുവന്ന് അദ്ദേഹം എൻ്റെ ഓഫീസ് ക്രൈമിൻ്റെ ഓഫീസ് കത്തിക്കുകയും അവിടെ നിന്ന് വിലപ്പെട്ട രേഖകൾ, അതായത് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി, ലാവ്ലിങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ വിദേശ ഇടപാടുകളെല്ലാം തന്നെ തട്ടിയെടുക്കുകയും അത് വെച്ച് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് പിന്നീട് അദ്ദേഹം സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കി. പാളയത്ത് 50 രൂപയ്ക്ക് പെണ്ണുങ്ങളെ കിട്ടും, നിന്നെ ആർക്ക് വേണമെടി എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ ചവിട്ടി പുറത്താക്കുകയും സ്വന്തം 2 കുട്ടികളെ തള്ളിക്കളയുകയും എന്നിട്ട് പിണറായി വിജയൻ്റെ സുന്ദരിയായ മകളെ അദ്ദേഹം കല്യാണം കഴിക്കുകയും ചെയ്തു. കല്യാണം കഴിക്കല്ല, പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടിയും വന്നു പിണറായിക്ക്. അതോടൊപ്പം പിന്നീട് സ്ഥാനമാനങ്ങൾ നൽകി. സ്ഥാനമാനങ്ങൾ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനിലെ ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് തോൽപ്പിച്ചു വിട്ടു ക്രൈമിൻ്റെ സഹായത്തോടെ. പിന്നെ അതേപോലെ തന്നെ പിന്നീട് അദ്ദേഹം ലോക്സഭാ ഇലക്ഷനിൽ വീരേന്ദ്രകുമാറിനെയൊക്കെ കട്ട് ചെയ്ത് പിണറായി വിജയൻ കോഴിക്കോട് കൊടുത്തു. അവിടെ ജനങ്ങൾ മൊത്തത്തിലും ക്രൈമും അതിൽ ഇടപെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ തോൽവി ഉറപ്പിച്ചു. ക്രൈം ഒരു പുതിയ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി, PA മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിട്ട് ക്രൈമിൻ്റെ ന്യൂസ് റിപ്പോർട്ടറെ തന്നെ അതിൽ സ്ഥാനാർത്ഥിയാക്കി വെച്ചു. റിയാസിന് അപരനായിട്ട് അതിൽ അദ്ദേഹത്തിന് 1600 വോട്ട് കിട്ടി. MK രാഘവനോട് തോറ്റ 800 വോട്ടിനാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തോൽവി ഉറപ്പാക്കി. വിജയിക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയം ഞങ്ങളെടുത്തു. പിന്നീട് അദ്ദേഹത്തിന് ബേപ്പൂര കൊണ്ടുകൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം മന്ത്രിയാക്കി പിണറായി വിജയൻ. DYFIൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റാക്കി. അങ്ങനെ പിണറായി വിജയൻ മുഹമ്മദ് റിയാസ് പറയുന്ന പോലെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അങ്ങനെ എത്തി. സ്വന്തം മകളെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് മുഹമ്മദ് റിയാസ് അല്ലേ ആള്, അദ്ദേഹത്തിന് ഫാരിസ് അബൂബക്കറിൻ്റെ മരുമകന് അല്ലേ,
അപ്പം എല്ലാ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഉണ്ടാക്കി കോടികൾ വിദേശത്തെത്തിച്ച് അങ്ങനെ വളരുന്ന ഒരാളാണ് ഫാരിസ് അബൂബക്കർ. ആ ഫാരിസ് അബൂബക്കറിൻ്റെ മരുമോൻ എന്നുള്ള വിധത്തിൽ പിന്നീട് അദ്ദേഹത്തിന് അതേപോലെ പ്രവർത്തിക്കേണ്ടതല്ലേ. മകൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ടൂറിസം മന്ത്രിയായപ്പോൾ ആ വകുപ്പിൽ കോൺട്രാക്ടർമാർ വന്ന് ആരെയെ കാണേണ്ടിയിരുന്നത്? വീണാ വിജയനെ കാണേണ്ടിയിരുന്നു. 100 കോടി റുപ്യൊക്കെയാണ് ഓരോരുത്തർ ഇവിടെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിയത് എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള മുഹമ്മദ് റിയാസിന് യാതൊരു പവറും ഉണ്ടായിരുന്നില്ല. വീണാ വിജയനെ ക്ലിഫ് ഹൗസിൽ പോയി കാണണം, എന്നിട്ട് ഫൈനലൈസ് ചെയ്യണം. അത് പിന്നീട് മുഖ്യമന്ത്രിയും കൂടെ ധാരണയും മകൾക്ക് വേണ്ടി മേടിക്കുന്ന പൈസയിൽ ഒരു ഓഹരി മോനും കൊടുക്കും. അങ്ങനെ വിദേശത്ത് ആ പണം ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് അവരുടെ തട്ടിപ്പിൻ്റെ രീതി. അപ്പോൾ അത് വളർന്നു വന്നപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ പല കാര്യങ്ങളും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ വീണാ വിജയൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വീണാ വിജയൻ ബുദ്ധിപൂർവ്വം രക്ഷപ്പെടാൻ വേണ്ടി അച്ഛനെയും മരുമോനെയും പ്രതിയാക്കാനുള്ള കൃത്യമായുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടാകും. മൂന്നാമത്തെ ഒരാൾ ആര്? അതായത് പിണറായി വിജയനും വീണാ വിജയനും അല്ലാതെ വേറൊരാൾ ആര് എന്നുള്ള കാര്യത്തിന് ഒരാൾ കൂടി ഉണ്ടെന്നാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. സാർ അതിന് ഇപ്പോൾ സാർ പറഞ്ഞത് അത് തന്നെയാണ് അതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത. കാരണം EDയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും വീണയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോഴെല്ലാം തന്നെ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ആദ്യം ചോദ്യം ചെയ്തേക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 6 മാസക്കാലം മുമ്പാണ് ചെന്നൈയിലെ SFIയുടെ ഓഫീസിലേക്ക് വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. അവിടെ അന്ന് വീണ കൊടുത്ത മൊഴികളെല്ലാം ഈ SFIO ഇപ്പോൾ PMLA കോടതിയുടെ ഉത്തരവ് പ്രകാരം EDക്ക് കൊടുത്തിട്ടുണ്ട്. ആ മൊഴികൾ പരിശോധിക്കുമ്പോൾ EDയുടെ മുൻപിൽ വീണ കൊടുത്ത മൊഴികളെല്ലാം പരസ്പര വിരുദ്ധമാണ്. അതായത് അന്വേഷണ ഏജൻസികളെ തെറ്റിക്കുന്ന തരത്തിൽ വീണ വലിയ വക്കീലന്മാരുടെ ഉപദേശപ്രകാരമാണോ അതോ ബോധപൂർവം അവർ അല്ലാതെയോ വഴിതെറ്റിക്കുന്നതാണോ എന്നറിയില്ല. എന്നാൽ 2 ഇടത്തും വീണ കൊടുത്തിരിക്കുന്ന മൊഴികളെല്ലാം പരസ്പര വിരുദ്ധമാണ്. ആ സാഹചര്യത്തിൽ ED കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം CMRL എന്ന കമ്പനിക്കും എക്സാലോജിക് എന്ന കമ്പനിക്കും ഇടയിൽ വീണാ വിജയനും CMRLനും ഇടയിൽ ഒരു മൂന്നാമൻ ഉണ്ട് എന്ന് തന്നെയാണ് EDയുടെ നിഗമനങ്ങൾ പോയിട്ടുള്ളത്. വീണയുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ട് എന്നാൽ ഈ അക്കൗണ്ടിൽ പൈസ വരത്തക്ക രീതിയിലുള്ള അവിടെ അങ്ങനെ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു കക്ഷി ഒരു മൂന്നാമൻ ഉണ്ട് എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ നിഗമനത്തിലേക്ക് ED പോകുമ്പോൾ ആ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ കൂടി ചോദ്യം ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. ഇവിടെയാണ് നന്ദകുമാർ സാർ പറയുന്ന കാര്യം ആ മൂന്നാമൻ ആരായിരിക്കും എന്നുള്ളത്. ഇതിനിടയിൽ വലിയ വാർത്തകൾ വന്നിരുന്നു. വീണാ വിജയനും റിയാസും തമ്മിൽ സ്വരച്ചേർച്ചില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അവർ തമ്മിൽ ഭയങ്കര അടിയാണെന്നൊക്കെ പറയുന്ന വാർത്ത വന്നു. അത് നമുക്കറിയില്ല, കേട്ട വാർത്തയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു പണി വെച്ചു കൊടുത്തതാണോ വീണാ വിജയൻ എന്ന് അറിയില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൗശലക്കാരനല്ലേ. ആദ്യം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു വീണാ വിജയൻ, പിന്നെ ലിവിംഗ് ടൂതർ ഉണ്ടായിരുന്നു. അവരെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഹമ്മദ് റിയാസിനെ ഇറക്കി. അങ്ങനെ മുഹമ്മദ് റിയാസിന് ശേഷം മുഹമ്മദ് റിയാസ് നേരത്തെ ഒരു ഭാര്യയും 2 കുട്ടികളുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ മുഹമ്മദ് റിയാസിനെ പുറത്താക്കാൻ വേണ്ടി വീണാ വിജയൻ കാണിച്ച അതിബുദ്ധിയാണോ അറിയില്ല. ഇതിന് എല്ലാ ഉത്തരവാദിത്വം എനിക്കല്ല, എൻ്റെ ഭർത്താവായ മുഹമ്മദ് റിയാസിനാണ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവരെടുത്തതെങ്കിൽ തീർച്ചയായും നിയമപ്രകാരം നിൽക്കുന്ന ഒരു കാര്യമല്ല. നിയമപ്രകാരം ആരുടെ അക്കൗണ്ടിലേക്കാണോ പണം വന്ന ഷോൺ ജോർജ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെ കുറിച്ച് എനിക്ക് അറിയില്ല. എന്നാൽ വീണാ വിജയനെ കുറിച്ച് രേഖയുണ്ട് എൻ്റെ അടുത്ത്, പിണറായി വിജയനെ കുറിച്ച് രേഖയുണ്ട്. ഇവർ 2 പേരാണ് മുഖ്യ പ്രതികൾ എന്ന് കൃത്യമായി ഷോൺ ജോർജ് പറയുന്നുണ്ട്. അത് നിയമപരമായ അറിവാണ്. എൻ്റെ നിയമപരമായ അറിവും അതുതന്നെയാണ്. പിന്നെ അതിനകത്ത് വേറെ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, മുഹമ്മദ് റിയാസിൻ്റെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വിദേശത്തുള്ള സ്ഥലത്ത് ഈ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വരണമെങ്കിൽ ആ കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് ചോദ്യം ചെയ്യലുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ചിലപ്പോൾ വീണാ വിജയൻ എടുത്ത നിലപാട്, വീണാ വിജയൻ മാപ്പുസാക്ഷിയാകാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പ്രതി മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അച്ഛനാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം വീണാ വിജയൻ പിണറായി വിജയനോട് തട്ടിക്കയറി എന്ന് പറയുന്നൊരു വാർത്ത വന്നിരുന്നു. അതെന്താണ്? ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി എന്നെ നിയമപരമായി കൊടുക്കാൻ വേണ്ടി അച്ഛൻ ചെയ്ത ദുഷ്ടതരമല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ പ്രതിയാക്കാത്ത രൂപത്തിൽ വേണമായിരുന്നില്ലേ കൈകാര്യം ചെയ്യാൻ? ഞങ്ങളെ പ്രതിയാക്കിയും കൊണ്ട് ഇത്തരം നടപടികൾ ചെയ്യാൻ പോയിരുന്നില്ലേ? അച്ഛനെ അറിയുമായിരുന്നില്ലേ? അപ്പം ഞങ്ങളെ മനഃപൂർവ്വം പ്രതിയാക്കുമായിരുന്നില്ലേ ചെയ്തിരുന്നത് എന്ന് പിണറായി വിജയനോട് വീണാ വിജയൻ തട്ടിക്കേറി എന്ന് പറയുന്നൊരു കാര്യം പുറത്തു വന്നിട്ടുണ്ട്. അതും വലിയ ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നത്.
ഇതിനിടയിൽ ഇവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയിൽ ആണോ അല്ല, ഇനി കൃത്യമായി തെളിവുള്ളതാണോ നമുക്കറിയില്ല. ഇതെല്ലാം കൃത്യമായിട്ട് പുറത്തു വന്നാൽ, ചോദ്യം ചെയ്തതിനു ശേഷം രേഖകൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മുഹമ്മദ് റിയാസിന്റെ പങ്കാളിത്തം എന്താണെന്നുള്ളത്. എന്നാലും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സ്ഥിതിക്ക് മൂന്നാമൻ മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും CMR എക്സാലോജി കേസിൽ വൻ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ഇതുവരെയും EDയുടെ അന്വേഷണ പരിധിയിലേക്ക് വരാതിരുന്ന വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA ആയ മുഹമ്മദ് റിയാസ് EDയുടെ ചോദ്യം ചെയ്യലിൻ്റെ പരിധിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നന്ദകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കേസുമായി നേരത്തെ പറഞ്ഞു കേട്ട മൂന്നാമൻ മുഹമ്മദ് റിയാസ് ആണോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കൗശലക്കാരിയായ ഒരു പെൺകുട്ടിയാണ് വീണ വിജയൻ. സ്വന്തം അച്ഛൻ എന്തായാലും ഇത്ര വയസ്സായി, ഞാൻ ജയിലിലേക്ക് പോകണ്ട, അച്ഛൻ പോട്ടെ ജയിലിലേക്ക് ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഞാൻ മാപ്പുസാക്ഷിയാകാം. രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് സ്വരച്ചേർച്ചയില്ലാത്ത റിയാസിലേക്കും അങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള സാമർഥ്യമെല്ലാം വീണ വിജയനുണ്ട്. കാരണം അത്ര ബുദ്ധിശക്തി ഇല്ലാത്ത ഒരാളൊന്നല്ല വീണ വിജയൻ.